എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യം. യോഹന്നാൻ 10:9. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്ത് പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. യേശു വാതിലാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. നല്ല ഇടയൻ എന്നുള്ള ആ ഒരു രൂപകത്തെ തൻ്റെ ആളത്വവുമായി ചേർത്ത് വിശദീകരിക്കുന്നതിന് യേശു ഉപയോഗിച്ച മറ്റൊരു പ്രതീകമാണ് താൻ ആടുകളുടെ വാതിലാകുന്നു എന്നുള്ളത്. വെളിംപ്രദേശങ്ങളിൽ ആടുകളെ സൂക്ഷിക്കുന്നതിന് താൽക്കാലിക ആലകൾ ഉണ്ടാക്കുന്ന രീതിയുണ്ട്. അങ്ങനെയുള്ള ആട്ടിൻകൂടുകൾക്ക് ഒരു വാതിൽ മാത്രമാണ് ഉണ്ടായിരിക്കുക. ആട്ടിടയൻ ആ വാതിലിന് കുറുകെയായിരിക്കും രാത്രികാലത്ത് കിടന്ന് വിശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് പാലസ്തീൻ നാടുകളിൽ. ആടുകൾ കൂട് വിട്ട് പുറത്ത് പോകണമെങ്കിൽ ഇടയന്റെ ശരീരത്തിൽ ചവിട്ടിക്കൊണ്ടേ പോകാൻ കഴിയൂ. യേശു പറയുന്നത് താൻ വാതിലാണ്, അതോടൊപ്പം ഇടയനുമാണ്. ഈ രൂപകത്തിലൂടെ യേശു വ്യക്തമാക്കുന്ന സന്ദേശങ്ങൾ: ഒന്ന്, ഞാൻ വാതിലാകുന്നു എന്ന് പ്രസ്താവിച്ചതിലൂടെ താനാണ് രക്ഷയുടെ വാതിൽ എന്നാണ് യേശു അവകാശപ്പെടുന്നത്. മനുഷ്യവർഗത്തിന് മുഴുവൻ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം യേശുവിലൂടെയാണ് എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ ജീവനുള്ള പുതുവഴിയാണ് എന്ന് എബ്രായ ലേഖകൻ പറയുന്നു. യേശുവിന്റെ തിരു അവതാരം വരെ ദൈവം ഒരു വിദൂരവും അവ്യക്തവുമായ യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ യേശുവിലൂടെയാണ് ദൈവം എങ്ങനെ ഇരിക്കുമെന്ന് മനുഷ്യർക്ക് മനസ്സിലായത്. യേശു പറഞ്ഞു, താനാണ് സത്യമെന്നും സത്യത്തിലേക്കുള്ള മാർഗമെന്നും. ഈ മാർഗത്തിലൂടെയും വാതിലൂടെയുമാണ് മനുഷ്യർ രക്ഷ എന്തെന്ന് അറിയുന്നത്. മറ്റൊന്ന്, വാതിലാകുന്ന യേശുവിനെയും മാർഗമാകുന്ന യേശുവിനെയും തിരഞ്ഞെടുക്കുന്നവൻ യഥാർത്ഥ ജീവനാണ് കണ്ടെത്തുന്നത്. തന്നിലൂടെ കടക്കുന്നവർക്ക് മാർഗം ഏതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ തന്നിലൂടെയാണ് മാർഗമെന്ന് കർത്താവ് പഠിപ്പിച്ചു. തന്നിലൂടെ വെളിപ്പെട്ടതല്ലാതെ മറ്റൊരു മാർഗം മനുഷ്യർക്ക് മുൻപിലില്ല. തന്നിലൂടെ വാതിൽ കണ്ടെത്തിയവർ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ പുറങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യുമെന്നുള്ളത് സുരക്ഷിതത്വവും അപകടരാഹിത്യവും വ്യക്തമാക്കുന്നു. അതുമാത്രമല്ല, ജീവന്റെ സജീവതയും അതിലൂടെയാണ് സംഭവിക്കുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ നായകൻ ജനങ്ങളെ അകത്ത് കൊണ്ടുവരാനും സുരക്ഷിതമായി പുറത്തേക്ക് നയിക്കാനും കഴിവുള്ളവനാകണം. അത് സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൽ പറയുന്നു. ഗമനത്തെയും ആഗമനത്തെയും അറിഞ്ഞ് നിയന്ത്രിക്കുന്ന ദൈവത്തെക്കുറിച്ച് 121-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ ഒരാൾ ദൈവത്തെ കണ്ടുമുട്ടി കഴിയുമ്പോൾ സുരക്ഷിതത്വത്തിൻ്റെയും നാശമില്ലായ്മയുടെയും പുതുദർശനം അയാൾക്ക് ലഭിക്കുകയും ജീവിത നിയോഗത്തിന്റെ സാക്ഷാത്കാരം അയാൾ കണ്ടെത്തുകയും ചെയ്യും. മൂന്നാമത്, തനിക്ക് മുൻപ് വന്നവർ കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നുവെന്ന് യേശു പറഞ്ഞു. വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വ്യാജ മശീഹാമാരായി വന്നവർ ധാരാളം ഉണ്ടായിരുന്നു. തങ്ങളെ പിന്തുണച്ചു അനുഗമിച്ചാൽ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാമെന്ന് അവർ വാഗ്ദത്തം ചെയ്തിരുന്നു. രാഷ്ട്രീയ രംഗത്ത് രംഗപ്രവേശം ചെയ്ത വ്യാജ മശീഹാമാർ രക്തച്ചൊരിച്ചിലും കൊലപാതകവും യുദ്ധവുമൊക്കെയാണ് അവരുടെ മാർഗമായി സ്വീകരിച്ചിരുന്നത്. എന്നാൽ യേശുവിൻ്റെ മാർഗം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവന്റെയും മാർഗമായിരുന്നു. അവ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ സമൃദ്ധമായ ജീവൻ ജനമധ്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. യേശുവിനെ അറിയുക, അപ്പോൾ അവിടുത്തെ രാജ്യത്തെയും അറിയാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് അരുളി ചെയ്ത കർത്താവിനെ ദൈവമായി അംഗീകരിച്ച് ആരാധിക്കുമ്പോൾ യേശു കാട്ടിത്തന്ന വഴികളിലൂടെയാണോ നമ്മൾ മുന്നേറുന്നത്
എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിന് പരിചയമുള്ള ദർശനങ്ങളും തത്വശാസ്ത്രങ്ങളും അകത്ത് ചെല്ലാനും പുറത്തു പോകാനും മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നവയാണോ എന്നത് വേദപുസ്തക വെളിച്ചത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉരുക്കിക്കളയുന്ന ദർശന ചുവടുകളിൽ നശിച്ചു പോകുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. യേശുവാകുന്ന അഗ്നി അല്ലാതെ മറ്റെന്താണ് കത്തിക്കൊണ്ടിരിക്കുന്നവയെ ദഹിപ്പിച്ചു കളയാത്തത്? ലോകത്തിനുള്ള വിമോചന മാർഗം സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ മാർഗമല്ലാതെ മറ്റു മാർഗങ്ങൾ കൂടുതൽ കാലുഷ്യവും അടിമത്തവുമല്ലാതെ മറ്റൊന്നും കൊണ്ടുവന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് വാതിലായ കർത്താവിലൂടെ അകത്തേക്ക് പോകാനും പുറത്തേക്ക് വരാനും സുരക്ഷിതമായ സ്ഥാനം നമുക്ക് ഉറപ്പിക്കാനും സാധിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, വഴിയും സത്യവും ജീവനുമായ അവിടുത്തെ സന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ അടുത്തു വരുന്നു. അകത്തു വരാനും പുറത്തു പോകാനും മേച്ചൽ കണ്ടെത്താനുമുള്ള വാതിൽ അവിടുന്ന് മാത്രമാണല്ലോ. ഹോരേബിൽ മോശ കണ്ട അത്ഭുത ദർശനത്തിൽ മുൾച്ചെടി കത്തുകയും വെന്തു പോകാതിരിക്കുകയും ചെയ്തത് കണ്ട് അതിശയപ്പെട്ടതുപോലെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ കർത്താവേ, കഷ്ടതകളിലും പ്രയാസങ്ങളിലുമൊക്കെ വെന്തുപോകാതെ സൂക്ഷിച്ച ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയും കരുണയും നിങ്ങളുടെ കൂടെ ഇരുന്ന് കാത്തുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിൽ കർത്താവ് കാത്ത് സൂക്ഷിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുമ്പോൾ ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയും ദൈവിക സമാധാനവും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.